Hi all, this is Meera. Welcome back to our channel High School Max PSC. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക് ഇലക്ഷൻ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ്, അതായത് ഇലക്ഷൻ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചില പ്രിലിമിനറി എക്സാമിനും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതായത് ഡിഗ്രി ലെവലിൽ മുകളിലോട്ടുള്ള ആ ഒരു പ്രിലിമിനറി എക്സാമിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ 2016 ഡിവിഷണൽ അക്കൗണ്ടന്റ് കേരള വാട്ടർ അതോറിറ്റി ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ വീഡിയോയിൽ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ, അതായത് പ്രിലിമിനറി എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു സ്റ്റെപ്പിൽ ചെയ്യാം, അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ചെയ്യേണ്ട മോഡൽ രണ്ടും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. First question, in an election between two candidates, 10% of the votes polled were found invalid. 10% of the voters did not cast their votes. The successful candidate got 54% of the valid votes and won by margin of 1,620 votes. The number of voters enrolled in the voters list. First നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ രണ്ട് മത്സരാർത്ഥികളുണ്ട്, എയും ബിയും. ഈ രണ്ട് കാൻഡിഡേറ്റ്സ് ഉള്ള ഒരു ഇലക്ഷൻ്റെ കേസാണ്. അപ്പോൾ സെക്കൻഡ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് 10% ഓഫ് ദ വോട്ടേഴ്സ് ഡിഡ് നോട്ട് കാസ്റ്റ് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% പേര് വോട്ട് ചെയ്തിട്ടില്ല. 10% പേര് വോട്ട് ചെയ്തിട്ടില്ല. ഇനി വോട്ട് ചെയ്തവരിൽ ബാക്കി വോട്ട് ചെയ്തവരുടെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ 10% വോട്ട് ഇൻവാലിഡ് ആയിട്ട് ഫൗണ്ട് ചെയ്തു. 10% പേരുടെ വോട്ട് ഇൻവാലിഡായി. ഇനിയും പറഞ്ഞിരിക്കുന്നത് അപ്പം വാലിഡ് വോട്ട്സ് നമ്മൾ കണ്ടെത്തണം. ദ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ഗോട്ട് 54%. ഇപ്പോൾ എ ആണ് സക്സസ്, അദ്ദേഹമാണ് വിജയിച്ചതെങ്കിൽ അദ്ദേഹത്തിന് 54% വോട്ടാണ് ലഭിച്ചത്. എന്ത് വാലിഡ് വോട്ട്സിൻ്റെ, ഈ വോട്ട് ചെയ്തവരിലെ വാലിഡ് ആയിട്ടുള്ള വോട്ട്സിൻ്റെ 54% ആണ് ലഭിച്ചത്. ഇനി ഇദ്ദേഹം വൺ ബൈ ദ മാർജിൻ ഓഫ് 1,620 വോട്ട്സ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൻ്റെ എണ്ണമല്ല ഇവിടെ തന്നിരിക്കുന്നത്. ഈ ബിയുമായിട്ടുള്ള ഇതിൻ്റെ ഡിഫറൻസ്, ഈ വോട്ട്സിൻ്റെ ഡിഫറൻസ് 1620 ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന ഈ ഒരു ഡേറ്റയിൽ നിന്ന് നമ്മൾ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എൻറോൾഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ്, അതായത് ആകെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആകെയുള്ള വോട്ടേഴ്സിൻ്റെ എണ്ണം കണ്ടെത്തണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ബി എക്സ്, അതായത് നമ്മളിവിടെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ആ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള എത്രയെന്നുള്ളതാണ്, അതാണ് എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് 10% ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ട്സ്. അപ്പം 10% പേര് വോട്ട് ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര പേര് വോട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ഇവിടെ കണ്ടെത്തുന്നത്, പോൾഡ് വോട്ട്സ്. അപ്പോൾ ടോട്ടൽ 100% ഉണ്ട്. ഇതിൽ 10% വോട്ട് ചെയ്തിട്ടില്ല. എത്ര പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്, 90%. 100 - 10 90. അപ്പം 90% ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 90/100 × എക്സ് വരും. ഇതാണ് ഫസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത്, എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 10% വോട്ട്സ് പോൾഡ് വെയർ ഫൗണ്ട് ഇൻവാലിഡ്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഇതാണ് ഇപ്പോഴത്തെ 90/100 ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് വോട്ട് ചെയ്തവരുടെ എണ്ണം. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ 100% എന്ന് പറയുന്നത്. ഇതിൽ 10% പേര് ചെയ്ത വോട്ട് എന്താണ്, ഇൻവാലിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ വാലിഡ് വോട്ട് എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും, 100 - 10 90% ആണ്. 90% ഓഫ് ദിസ്. ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ വോട്ട് ചെയ്തവരുടെ എണ്ണം 90/100 ഓഫ് എക്സ് ആണ്. ഇതാണ് ഇപ്പോഴത്തെ 100%. ഇതിനകത്ത് 10% പേര് ചെയ്ത വോട്ട് ഇൻവാലിഡ് ആണെങ്കിൽ വാലിഡ് വോട്ട് എന്ന് പറയുന്നത് 100 - 10 90. അപ്പോൾ ഇവിടെ ഇനി വരിക എന്താണ്, 90% 90/100 ഓഫ് ഇത് വരും, അതായത് പോൾഡ് വോട്ട്സ് 90/100 ഓഫ് എക്സ്. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്സാണ് ഫസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം നമ്മളിവിടെ കണ്ടെത്തിയത് ഫസ്റ്റ് എത്ര പേര് വോട്ട് ചെയ്തെന്ന് കണ്ടെത്തി, പിന്നീടുള്ളത് വാലിഡ് വോട്ട്സിൻ്റെ എണ്ണം. ഇനിയും പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാൻഡിഡേറ്റ്സ്, ഇപ്പോൾ എയും ബിയും ആണെന്ന് കരുതുക. അതുപോലെ തന്നെ എയുടെ കേസിൽ 54% ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് എ ആണ് വിജയിച്ചതെങ്കിൽ എക്ക് കിട്ടിയിരിക്കുന്ന 54% ഓഫ് ഈ വാലിഡ് വോട്ട്സ് എന്ന് വന്നിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടോട്ടൽ വോട്ടിൻ്റെ കേസല്ല പറയുന്നത്, ഈ വാലിഡ് ആയിട്ടുള്ള വോട്ടിൻ്റെ 54% എക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 54% എക്ക് ലഭിച്ചെങ്കിൽ ബിക്ക് ലഭിച്ചിരിക്കുന്നത് 100 - 54 എത്ര വരും, 46% ആയിരിക്കും. ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ. ഈ വാലിഡ് വോട്ടിൻ്റെ 54% വിജയിച്ച ആൾക്ക് ലഭിച്ചത്. നമ്മളിപ്പം അത് എ ആണെന്ന് വിചാരിക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കാൻഡിഡേറ്റിൻ്റെ കേസിൽ എത്ര വോട്ട് കിട്ടുന്നത്? 100-54 മൈനസ് ചെയ്ത് എത്ര വരും? 46 വരും. 46% ഓഫ് ഈ വാലിഡ് വോട്ട്സ് ആണ് ബിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു 1620 എന്ന് പറയുന്നൊരു എമൗണ്ട് എന്താണ്? അതായത് അത് എക്ക് കിട്ടിയ വോട്ട്സിൻ്റെ എണ്ണമല്ല, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 1260 1620 വോട്ട്സ് ആണ്. അപ്പം എ ബി എക്കാളും 1620 വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പെർസെൻറ്റേജ് എന്താണ്? ഈ രണ്ട് പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് ആണ്. 54 മൈനസ് 46 എന്ന് പറയുന്നത് 8%. അപ്പോൾ ഇവിടെ ഓർക്കുക, ഈ 1620 എന്ന് പറയുന്നത് ഈ വാലിഡ് വോട്ട്സിൻ്റെ 8% ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എഴുതുന്നത് 54% ഓഫ് വാലിഡ് വോട്ട്സ് നമ്മൾ കണ്ടെത്തിയേക്കുന്നുണ്ടല്ലോ, 90/100 × 90/100 × x. ഈ വാലിഡ് വോട്ടിൻ്റെ 54% മൈനസ് ഈ വാലിഡ് വോട്ടിൻ്റെ 46% എന്ന് പറയുന്നതാണ് 1620. അപ്പോൾ 54 നിന്ന് 46 മൈനസ് ചെയ്താൽ 8% ആണ്. അപ്പോൾ നമുക്ക് ലഭിക്കുക 8/100 × 90/100 × 90/100 × x ഈസ് ഈക്വൽ ടു 1620. അതായത് ഇത് കോമൺ ആയിട്ട് എടുക്കാമല്ലോ, ഇത്രയും കാര്യം ഇത് കോമൺ ആണ്. പിന്നെ 54 നിന്ന് 46 മൈനസ് ചെയ്താൽ 8 വന്നു. 8% ആണ്. 8/100 കൊടുത്തു. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുകയാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് 0 ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാവുന്നത് 9ഉം 1620 കൂടെ നോക്കാം. 9ൻ്റെ കേസിൽ 1 വന്നു. 7 ആണ് ഇവിടെ, 7 ആണ് ഡിഫറൻസ്. റിമൈൻഡർ വരിക 72 വന്നു. 9 × 8 ആണ് 72, 150 വന്നു. ഇനി ഈ 9 കൊണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ 9 × 2 18, ഇവിടെ 0 വന്നു, 20 വന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ എക്സ് ഇവിടെ ഉണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ 20 × ഇവിടെ താഴെ കിടക്കുന്നതല്ലേ ഇവിടെ മുകളിൽ വരിക 10 × 10 × 100 വന്നു, ഡിവൈഡഡ് ബൈ 8 ഉണ്ട്. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ 2 കൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ 4 വന്നു, 10 വന്നു. ഇനി ഇതിനെ 4നെ 100 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എത്രയാണ്? 25 വന്നു. 25 × 4 ആണ് 100. അപ്പോൾ 25 എഴുതി. ഇനി ഈ സീറോസ് ഇട്ടാൽ പോരെ, 3 zeros ആണുള്ളത്, 3 zeros കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്താൻ പറഞ്ഞ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് ആയിരുന്നു 25,000 വന്നു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഈസ് ഈക്വൽ ടു 25,000. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ കണ്ടെത്താം. ഇനി പ്രിലിമിനറി എക്സാം, അതായത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നേരിട്ട് കണ്ടെത്തി ഈ ഒരു ആൻസറിലേക്ക് വരാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ 2 candidates only 75% voters cast their votes, out of which 2% are declared invalid. A candidate gets 14,700 votes, which is 80% of the valid votes. Find the total number of voters. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഒരു ഇലക്ഷൻ, നേരത്തെ പറഞ്ഞ 2 കാൻഡിഡേറ്റ്സ് ഉള്ള ഒരു ഇലക്ഷൻ, അതിൽ 75% പേര് വോട്ട് ചെയ്തു. ഇത്രയും പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ വോട്ട് ചെയ്തവരിൽ 2% ഇൻവാലിഡ് ആണ്. അപ്പോൾ വാലിഡ് നമുക്ക് കണ്ടെത്തണം. ഇനിയും പറഞ്ഞിരിക്കുന്ന കാര്യം, എ കാൻഡിഡേറ്റ് ഗെറ്റ്സ് 14,700 വോട്ട്സ്, വിച്ച് ഈസ് 80% ഓഫ് ദ വാലിഡ് വോട്ട്സ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു ഡിഫറൻസ്. അതായത് നേരത്തെ കേസിൽ ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ എയുടെ കേസിൽ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 80% വോട്ട്സ് അദ്ദേഹം നേടി. അതിൻ്റെ എത്ര എണ്ണം തന്നിട്ടുണ്ട്? 14,700 തന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി സിമ്പിൾ അല്ലേ? കാരണം എ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ്, ഇപ്പം 2 കാൻഡിഡേറ്റ്സിൽ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് എന്നാണ് തന്നിരിക്കുന്നത്, നമ്മളത് അസ്യൂം ചെയ്യുവാണ് എയും ബിയും. അപ്പോൾ 80% വോട്ട്സ് അദ്ദേഹം 80% ഓഫ് വാലിഡ് വോട്ട്സ് ആണ് അദ്ദേഹം നേടിയത്. അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, അതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 14,700 ആണ്. അപ്പോൾ ഇനി ബി കണ്ടെത്തി അതിൻ്റെ ഡിഫറൻസ് ഒന്നും കാണാൻ പോകണ്ട, ഇത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് എടുത്തു. നമുക്ക് കാണേണ്ട ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എക്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എത്ര പേര് വോട്ട് ചെയ്തു. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് 75% പേര് വോട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 75% എന്ന് പറഞ്ഞാൽ 75/100 എന്ന് വന്നു. അപ്പം നേരത്തെ കേസിൽ എന്തായിരുന്നു ഇവിടെ ഒരു വ്യത്യാസം? എത്ര പേര് വോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പം ചെയ്തവരുടെ എണ്ണം കാണാൻ 100ൽ നിന്ന് ആ പെർസെൻറ്റേജ് മൈനസ് ചെയ്യേണ്ടി വന്നു. ഇവിടുത്തെ കേസിൽ അത് നേരിട്ട് കൊടുത്തു. 75% വോട്ട് ചെയ്തു, ഇത്രയുമാണ് വോട്ട് ചെയ്തവർ.
ഇനി ഔട്ട് ഓഫ് വിച്ച്, അതായത് ഈ വോട്ട് ചെയ്തവരിൽ 2% ഇൻവാലിഡ് ആണ്. അപ്പോൾ ഇൻവാലിഡ് 2% ആണെങ്കിൽ വാലിഡ് 98% അല്ലേ. 100 - 2 98 വന്നു. അപ്പോൾ 98%, 98/100 എന്ന് കൊടുത്തു. ഇനി നോക്കുക, അടുത്തൊരു ഡിഫറൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് വരുന്നത് ഇവിടെയാണ്. 80% വോട്ട് എന്ന് പറയുന്നത് 80%, 80% ഓഫ് വാലിഡ് വോട്ട്സ്, ഇതാണ് ഇപ്പോഴത്തെ വാലിഡ് വോട്ട്സ്. അതിൻ്റെ 80% എന്ന് പറയുന്നത് ഇത്രയും എമൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഇനി കൂടുതൽ ഫർദർ ഇതിൻ്റെ ഡിഫറൻസ് ഒന്നും കാണാൻ പോകണ്ട. ഈ തന്നിരിക്കുന്ന വാലിഡ് വോട്ടിൻ്റെ 80% എന്ന് പറയുന്നത് എത്രയാണ്? 14,700. നമുക്ക് ഫസ്റ്റ് ഈ ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ലഭിച്ചു. ഇതിനെ ഇനി സോൾവ് ചെയ്താൽ മതി. അപ്പം ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന് വരുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യാവുന്ന കാര്യം എക്സ് എഴുതി ഇൻറ്റു 75% എന്ന് പറയുമ്പോൾ തന്നെ അത് 3/4 അല്ലേ. 75% എന്ന് പറഞ്ഞാൽ 3/4 ആണ്. അതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഇനി 98/100 എന്ന് പറയുമ്പോൾ ഓർത്താണ് ഇത് 49/50 ആണ്. 98/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോക്കിയാൽ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 49/50 അല്ലേ. 49/50 വന്നു. ഇതിൻ്റെ കേസിൽ എന്ത് വരും? ഇവിടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 4 × 2 8, 5 × 2 10. അപ്പോൾ ഇവിടെ 4/5 എന്ന് വരും. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 75% എന്ന് പറഞ്ഞാൽ അവിടെ 3/4 കൊടുത്താൽ മതി. 80% എന്ന് പറഞ്ഞാൽ അതിന് പകരം 4/5 കൊടുക്കുക. ഈ രീതിയിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇനി ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ഈ 4 കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ 49 ഉണ്ട്, ഇവിടെ 14,700 ഉണ്ട്. 7 കൊണ്ട് കട്ട് ചെയ്യാം. 7 × 7 49 വന്നു. 7 × 2 14, 7 × 1 7, 2 സീറോസ് വന്നു. 7 × 3 ആണ് 21. അപ്പോൾ ഇവിടെ 300 വന്നു. ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 100 വന്നു. ഇനി നോക്കിയാൽ ഇവിടെ എന്തുണ്ട്? ഇവിടുത്തെ ഈ എക്സ് നമ്മളിവിടെ നിർത്തുവാണ്. ഈക്വൽ ഇവിടെ 100 ഉണ്ട്. 50 × 5, അതായത് ഇവിടെ വരുന്ന 100 ഇവിടെ ഉണ്ട്. ഇവിടുത്തെ താഴത്തെ 50 × 5 ഇവിടെ മുകളിൽ വരും. താഴെ ഇനി ഒന്നുമില്ലല്ലോ, ഇവിടെ എല്ലാം 1 അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? 5 × 5 25 വന്നു. 3 സീറോസ് വന്നു. 25,000. അപ്പം പ്രിലിമിനറി എക്സാം, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിൽ ഒറ്റ സ്റ്റെപ്പിൽ ഈ ഒരു ആൻസർ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൻ്റെ കേസ് വരാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ബി എക്സ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് ഇനി എന്ത് വരും? നമ്മൾ കണ്ടെത്തുന്നത് പോൾഡ് വോട്ട്സ് ഈസ് ഈക്വൽ ടു പോൾഡ് വോട്ട്സ് എന്ന് പറയുന്നത് 75% ആണ്. 75/100 ഓഫ് എക്സ് വന്നു. ഇനി എഴുതുന്നത് 2% ഓഫ് polled votes are declared invalid. Therefore valid votes എന്ന് പറയുന്നത് എന്താണ്? valid votes is equal to 2% invalid ആണെങ്കിൽ 98%, 98/100 of 75/100 into x. ഇത്രയുമാണ് വാലിഡ് വോട്ട്സ്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് വരിക? അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 80% ഓഫ് വാലിഡ് വോട്ട്സ് ഈക്വൽ ടു 14,700 തന്നിട്ടുണ്ട്. അപ്പോൾ 80% എന്ന് പറഞ്ഞാൽ 80/100 വന്നു ഇൻറ്റു നമ്മൾ വാലിഡ് വോട്ട്സ് കണ്ടെത്തിയത് എന്തായിരുന്നു? 98/100 ഇൻറ്റു 75/100 ഇൻറ്റു എക്സ്. അപ്പോൾ 80% വാലിഡ് വോട്ട്സ് ഇസ് ഈക്വൽ ടു 14,700. ഇനി നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇതിനെ സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ 25,000 എന്ന് എഴുതുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2016 ഡിവിഷണൽ അക്കൗണ്ടന്റ് കേരള വാട്ടർ അതോറിറ്റി ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. At an election, 6% of the total voters did not cast their votes and 580 votes were declared invalid. There were two contestants in the poll A and B. A defeated B by 600 votes. It was found that A secured 55% of the total legal polled votes. Find the total number of voters. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ലെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ബി എക്സ്. എക്സ് ആയിട്ട് എടുത്തു. എക്സ് ആണ് കണ്ടെത്തുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് 6% ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ട്സ്. അപ്പോൾ പോൾഡ് വോട്ട്സ് എത്രയാണ്? കാസ്റ്റ് ചെയ്യപ്പെട്ട വോട്ട് എത്രയാണ്?
അതായത് 100% ആണ് ടോട്ടൽ വോട്ടേഴ്സ്. 6% പേര് വോട്ട് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ 100 - 6 94%. 94% പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ എഴുതാൻ പറ്റും 94/100 ഓഫ് എക്സ്. ഇതാണ് പോൾഡ് വോട്ട്സ്. ഇനി നമ്മൾ വാലിഡ് വോട്ട്സ് ആണ് കണ്ടെത്താൻ പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? 580 പേര് ചെയ്ത വോട്ട് ഇൻവാലിഡ് ആണ്. ഈ തന്നിരിക്കുന്ന ഈ ഒരു എമൗണ്ട് വോട്ട് ചെയ്യപ്പെട്ടവരിൽ 580 പേര് ചെയ്ത വോട്ട് ഇൻവാലിഡ് ആണ്. 580 വോട്ട്സ് ആർ ഇൻവാലിഡ്. ദെൻ വാലിഡ് വോട്ട്സ് എന്ന് പറയുന്നത്, ടോട്ടൽ വോട്ട്സ് എന്ന് പറയുന്നത് 94/100 ഇൻറ്റു എക്സ് ആണ്. ഇതിൽ മൈനസ് ഈ തന്നിരിക്കുന്ന ഇത്രയും വോട്ടിൽ നിന്ന് 580 മൈനസ് ചെയ്യുന്നതല്ലേ വാലിഡ് വോട്ട്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് വാലിഡ് വോട്ട്സ്. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. There were 2 contestants A and B. അതായത് എയും ബിയും ആണ് ഇവിടുത്തെ 2 മത്സരാർത്ഥികൾ. എ ഡിഫീറ്റഡ് ബി ബൈ 600 വോട്ട്സ്. എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 600 വോട്ട്സ് ആണ്. എ വിജയിച്ചു 600 വോട്ടിന്. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് എ സെക്യൂർ 55% ഓഫ് ദ ടോട്ടൽ ലീഗൽ പോൾഡ് വോട്ട്സ് എന്ന് പറയുമ്പം 55% ഈ വാലിഡ് വോട്ട്സിന്റെ 55% എ സെക്യൂർ ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ 600 എന്ന് പറയുന്നത് എന്താണ്? എയുടെ വോട്ട്സ് അല്ല, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തണം? എ 55 ആണെങ്കിൽ ബിയുടെ കേസ് 100 - 55 45% വന്നു. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 600. എത്ര വരും? 55 - 45 10% വരും. അപ്പം ഈ 10% ഓഫ് ഈ വാലിഡ് വോട്ട്സിന്റെ 10% എന്ന് പറയുന്നതാണ് 600. അപ്പോൾ അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് കാണേണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റിന് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? അതായത് 55% ഓഫ് വാലിഡ് വോട്ട്സ് മൈനസ് 45% ഓഫ് വാലിഡ് വോട്ട്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? 600 വരും. അതായത് എ സെക്യൂർ ചെയ്തത് 55%. ഈ വാലിഡ് വോട്ട്സിന്റെ 55% എ ചെയ്തത്, എക്ക് കിട്ടിയത്. അതിൽ നിന്ന് ബിക്ക് ലഭിച്ച എത്രയാണ്? 45%. ഈ വാലിഡ് വോട്ട്സിന് 45%. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ 600 വരും. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് എഴുതി നമുക്ക് ഈ ഒരു ഇക്വേഷൻ കണ്ടെത്തി അതിൻ്റെ ആൻസർ കണ്ടെത്തണം. അപ്പോൾ ഞാനിത് മായ്ക്കുവാണ്. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 94/100 മൈനസ് 580 ഇതായിരുന്നു വാലിഡ് വോട്ട്. അതിനകത്തെ 10%, അതായത് 55 - 45 മൈനസ് ചെയ്തതിൽ 10% എന്ന് പറഞ്ഞാണ് 600. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ ഇത് എഴുതുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ തെറ്റിപ്പോകും. കാരണം ഇവിടെ നോക്കുക, എക്സ് ഇൻറ്റു 94/100 എന്ന് പറയുന്നത് ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ഇതൊരു ടേമാണ് മൈനസ് 580. ഇനി ഇത് ഫുള്ളും ഈ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ് ഇൻറ്റു 10/100. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യുന്നത് ഈ 10ഉം 100ൽ സീറോസ് ക്യാൻസൽ ആയി 1/10 എന്ന് വന്നു. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു 94/100 ഇതൊരു ടേമാണ് മൈനസ് 580. ഇത്രത്തിനെ നമ്മളിവിടെ നിർത്തുവാണ്. ഈക്വൽ ഇട്ടു. ഈക്വലിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 600 ഉണ്ട്. ഈ 1/10ലെ 10 ഇവിടെ വരുമ്പോൾ ഇവിടെ താഴെയായിരുന്നു, ഇവിടെ വരുമ്പോഴത്തേക്കുണ്ട് ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു സീറോയും കൂടെ കൊടുത്താൽ പോരെ. അപ്പോൾ ഇവിടെ 6000 എന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ മൈനസ് 580 ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു 94/100 ഈസ് ഈക്വൽ ടു ഇവിടെ 6000 ഉണ്ട്. 6000 പ്ലസ് 580 വരും. ഇപ്പോൾ എത്ര വരും? 6580 എന്ന് തോന്നുന്നു. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടെത്താം. എക്സ് ഈസ് ഈക്വൽ ടു 6580. ഇതിവിടെ വരുമ്പം 100/94. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ഇനി കണ്ടെത്തേണ്ടത്. ഈ സ്റ്റെപ്സ് ഓരോന്നും കറക്റ്റായിട്ട് ചെയ്തില്ലേ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. ഇനി നോക്കുക, ഇവിടെ വെച്ച് ഞാൻ ഫസ്റ്റ് 2 കൊണ്ട് കട്ട് ചെയ്യാം. 4 × 2 8 വന്നു. 7 × 2 14 വന്നു. ഇവിടെ 3 2 9 0 വന്നു. 2 കൊണ്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ 47,3290 വന്നു. അപ്പോൾ നമുക്ക് 47 കൊണ്ട് തന്നെ കട്ട് ചെയ്യാവുന്ന നോക്കാം. അതായത് ഇവിടെ 9 പറഞ്ഞാൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ വരുന്നത്. 7 × 7 49 വന്നു. ഇവിടെ 4 വന്നു. 7 × 4 28 വന്നു. 28 പ്ലസ് 4 32 വന്നു. 329. അപ്പം 47 × 70 ആണ് 3290. അപ്പോൾ ഇനി നമുക്ക് ഈസി ആയില്ലേ. 70 × 70 ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ 100ൻ്റെ 2 സീറോയും കൂടെ കൊടുത്താൽ മതി. 7000. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എന്ന് പറയുന്നത് 7000 ആണ്. നമ്മുടെ ആൻസർ ലഭിച്ചു. അപ്പം നമ്മൾ ഇനി ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനാണ് ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് തന്നെ കണ്ടെത്താൻ നോക്കണം. അതായത് എക്സ് ആണ്
ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ്. അതിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ള 6% പേര് വോട്ട് ചെയ്തിട്ടില്ല. അപ്പം 100-ൽ നിന്ന് 6 മൈനസ് 94%. ഇത്രയുമാണ് വോട്ട് ചെയ്തവർ. ഇനി ഇവിടെ പേഴ്സൻറ്റേജിലല്ല തന്നിരിക്കുന്നത്. വാലിഡും ഇൻവാലിഡും സാധാരണ പേഴ്സൻറ്റേജിലായിരുന്നു, പക്ഷെ ഇവിടെ പേഴ്സൻറ്റേജിലല്ല, അതുകൊണ്ട് നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഈ പോൾ ചെയ്തിരിക്കുന്ന വോട്ടിൽ നിന്നും 550 മൈനസ് ചെയ്യുന്നതാണ് വാലിഡ് വോട്ട്സ് എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ ചെയ്തു. ഇനി ഈ ഒരു ടേമിൻ്റെ 10%, ഇതെങ്ങനെയാണ് കിട്ടിയത്? എയും ബിയും ഉണ്ട്, അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 600 വോട്ട്സ് എന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും പേഴ്സൻറ്റേജ് കണ്ടെത്തി അത് മൈനസ് ചെയ്തു. ഈ ഒരു സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കണ്ടെത്തുക, അതിനുശേഷം സോൾവ് ചെയ്ത് ആൻസർ കണ്ടെത്തുക. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് പോലാണ്, നമ്മളിവിടെ ചെയ്യുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ 2 candidates 20% വോട്ടേഴ്സ് ഡിഡ് നോട്ട് കാസ്റ്റ് ദർ വോട്ട്സ് ആൻഡ് 600 വോട്ട്സ് വെർ ഡിക്ലെയർഡ് ഇൻവാലിഡ്. The winner got 75% of the valid votes. If he won by 1,500 votes, then find the total votes. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു ഇലക്ഷനിൽ 2 candidates ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സ് എടുക്കും. പിന്നെ 20% വോട്ടേഴ്സ് ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ട് എന്ന് പറഞ്ഞത് 20% പേര് വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ്, എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് കണ്ടെത്തണം. അതാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇനി ഇവിടെയും പേഴ്സൻറ്റേജിലല്ല നമ്മുടെ ഇൻവാലിഡ് എത്ര വോട്ട്സ് എന്നുള്ളത് തന്നിരിക്കുന്നത്. 600 വോട്ട് ഇൻവാലിഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പ് ചെയ്ത ആ ഒരു തന്നെ ഫോളോ ചെയ്യാം. ഇനി ലാസ്റ്റ് കേസ് ഇപ്പം വാലിഡ് വോട്ട്സ് നമുക്ക് ഇത്രയും സ്റ്റെപ്പിൽ നിന്ന് കിട്ടും. ദ വിന്നർ ഗോട്ട് 75% ഓഫ് ദ വാലിഡ് വോട്ട്സ്. അപ്പോൾ ഇവിടെ നോക്കുക, എയും ബിയും ആണെന്ന് വിചാരിക്കുക. എ ആണ് വിൻ ചെയ്തത്, അല്ലെ വേണ്ട ബി വിൻ ചെയ്തെന്ന് വെക്കുക. അപ്പം ബി ആണ് വിൻ ചെയ്തത്. വിന്നറിന് 75% വോട്ട് ലഭിച്ചു. ഇനി നമ്മളിവിടെ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇഫ് ഈ 1 by 1,500 വോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി എയേക്കാളും 1500 വോട്ട് കൂടുതലിനാണ് വിജയിച്ചത്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. അപ്പോൾ ഇവിടെ ഏത് പേഴ്സൻറ്റേജ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തുക, അത് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് ഈക്വൽ ടു 1,500 ഇട്ട് കണ്ടെത്തുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. ഇവിടെ ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ 3,600, ഓപ്ഷൻ ബി 3,000, ഓപ്ഷൻ സി 4,500, ഓപ്ഷൻ ഡി 5,000. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ആൻസർ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.